വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ബിഗ് ബോസിൻ്റെ റിവ്യൂവുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ 2-3 ദിവസമായിട്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളും ഒക്കെ വളരെ കുറവായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണമായിരുന്നു, അതുപോലെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മൾ കുറച്ചേറെ ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ റിവ്യൂ ഒന്നും ചെയ്യാതെ നമുക്ക് ഫുള്ളായിട്ട് കാണാനും ഒന്നും ഉള്ള ടൈം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഇന്നത്തെ, അതായത് നമ്മുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് പോകാം. അപ്പം നമ്മുടെ ആദ്യമേ തന്നെ നമ്മളുടെ ബിഗ് ബോസിൽ ഇന്ന് പൂക്കള മത്സരമായിരുന്നു. 3 ടീമായിട്ടാണ് ഇവർ പൂക്കള മത്സരം നടത്തിയത്. അപ്പം സ്വാഭാവികമായിട്ടും അവർ 7 പേരടങ്ങുന്ന 3 ഗ്രൂപ്പ് ആക്കാനാണ് ആദ്യം പറഞ്ഞത്. അപ്പം അങ്ങനെ 3 ഗ്രൂപ്പാക്കി അതിൽ പൂക്കള മത്സരത്തിൽ ഫസ്റ്റ് അടിക്കുന്നത് തെക്കേടത്ത്, അതായത് അവരെ 3 ഗ്രൂപ്പായിട്ട് തിരിക്കണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 ഗ്രൂപ്പായിട്ട് അവർ ആദ്യമേ തിരിയാൻ പറഞ്ഞായിരുന്നു. അപ്പം അതിൽ 3 ഗ്രൂപ്പായിട്ട് എങ്ങനെ തിരിഞ്ഞു വെച്ചാൽ തെക്കേടത്ത്, വടക്കേടത്ത്, മൂത്തേടത്ത്, അങ്ങനെ 3 ഗ്രൂപ്പാണ്. അപ്പം ഈ തെക്കേടത്ത് ഗ്രൂപ്പിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അക്ബർ ഉണ്ട്, ശരത് ഉണ്ട്, ആര്യൻ, ജിസേൽ, ബിന്നി, രണ. അതിൻ്റെ ക്യാപ്റ്റനായിട്ട് നമ്മുടെ ശൈത്യ, നമ്മുടെ കട്ടപ്പ ശൈത്യ കളം മാറി ഇപ്പം നമ്മുടെ അപ്പാനി ടീമിലാണുള്ളത്. അപ്പം അവിടുത്തെ ജഡ്ജായിട്ട് പോകുന്നത് ശൈത്യാണ്. അതുപോലെ നെക്സ്റ്റ് വടക്കേടത്ത് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ മസ്താനി, അഭിലാഷ്, അനുമോള്, ഒനീല്, നെവിന്, ജിഷിന്, അനീഷ്. അവരുടെ ജഡ്ജായിട്ട് പോകുന്നത് അനീഷാണ്. അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ജഡ്ജിങ് പാനലിലേക്ക് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് മൂത്തേടത്തിനകത്ത് വരുന്നത് നമ്മുടെ വേദലക്ഷ്മിയ, ഷാനവാസ്, ആദില, നൂറ, പ്രവീണ്, പിന്നെ നമ്മുടെ സാബുമൻ. ഇത്രയും പേരാണ് വരുന്നത്. അവരുടെ ക്യാപ്റ്റനായിട്ട് അവരുടെ ഇവാലുവേറ്ററായിട്ട് പോകുന്നത് രേണുവാണ്. അപ്പോൾ ഇങ്ങനെ 3 ഗ്രൂപ്പാണ് ഉള്ളത്. തെക്കേടത്ത്, വടക്കേടത്ത്, മൂത്തേടത്ത്, അങ്ങനെ 3 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു. അതിനുശേഷമാണ് ഇവരുടെ പൂക്കള മത്സരം വരുന്നത്. ഈ പൂക്കള മത്സരമാണ് ഇവരുടെ ഓണത്തിൻ്റെ ഫസ്റ്റ് ടാസ്ക്. അതായത് ഓണം സെലിബ്രേഷൻ്റെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഇവരുടെ അത്തപ്പൂക്കള മത്സരമാണ്. അതിൽ ജഡ്ജിങ് ഒക്കെ നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ അടി, അതായത് 10 കളം വേണം, അങ്ങനെ ഇതാന്ന് പറഞ്ഞ ശൈത്യയുടെ വകി ഒരു ചെറിയ അടി, പ്രശ്നം, ഇഷ്യൂസും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെ വന്നാലും ഫസ്റ്റ് പ്രൈസ് നമ്മുടെ തെക്കേടത്ത്, അതായത് നമ്മുടെ ജിസയില്, ആര്യൻ ഒക്കെ. എന്തൊക്കെ പറഞ്ഞാലും ആ എൻ്റെ ഓണപരിപാടിയുടെ ഫുൾ പ്രൈസും ഇവർക്കാണ് അടിച്ചിരിക്കുന്നത്. കാരണം ജിസേൽ ആൻഡ് ഗാങ് ആണ് കംപ്ലീറ്റ്ലി ആ ഗിഫ്റ്റ്, അതായത് സമ്മാനം, അതായത് ഫുള്ളായിട്ട് എല്ലാ ഇതിനും സമ്മാനം അടിച്ചിരിക്കുന്നത് അവരാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ക്യാപ്റ്റൻസി മത്സരത്തിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൾക്കാർ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അതിൽ എനിക്ക് തോന്നുന്നു 7 വോട്ട് വീതം ജിസേലും ഒനീലിനും കിട്ടിയിട്ടുണ്ട്. അതുപോലെ അഭിലാഷിന് 12 വോട്ടോടുകൂടി അഭിലാഷും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ 3 പേരുമാണ് ഈ ആഴ്ച ക്യാപ്റ്റൻസി ടാസ്കിൽ പോകുന്നത്. അപ്പം എങ്ങനെയാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള മത്സരം എന്ന് നമുക്കറിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒനീൽ ഈ പ്രാവശ്യം ഡേഞ്ചറസ് സോണിലാണ്. അപ്പോൾ ബാലൻസ് വരുന്നതിൽ ജിസേലും അഭിലാഷും മാത്രമേ വരുന്നുള്ളൂ. ഇവരിലാരെങ്കിലും ആയിരിക്കാം അതോ ഒരാളെയും കൂടെ ഇനി ബിഗ് ബോസ് സെലക്ട് ചെയ്യുമോ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നമുക്ക് അറിയത്തില്ല. അപ്പം അത് കഴിയുമ്പോഴത്തേനും ഒരു പാട്ടൊക്കെ വരുന്നുണ്ട്. പാട്ട് വരുന്നത് കേൾക്കുമ്പം ഇവരോർക്കുന്നു എന്തോ ഗസ്റ്റ് വരുവാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ബട്ട് ഇവർക്കുള്ള ഓണസദ്യയാണ് വരുന്നത്. ഓണസദ്യ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ലൈനായിട്ട് നിന്ന് ആൾക്കാർ ഓരോ വിഭവങ്ങളുമായിട്ട് വന്ന് അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. അവർ പോയി. പിന്നെ അവർ ഫുഡ് വാരി കൊടുക്കുക, ഇവരൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് എടുത്ത് കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജിസേലിന് ആര്യൻ ഫുഡ് വാരി കൊടുക്കുകയും ഒക്കെ കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഈ ഫുഡും ഈ കാര്യങ്ങളും കഴിഞ്ഞ് മെയിനായിട്ട് കാണുന്നത് അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഫുഡിൻ്റെ പേരിൽ ഇഷ്യൂ ഉണ്ട്. അപ്പം മസ്താനി ഫുഡ് കഴിക്കാതെ മാറിയിരിക്കുന്നുണ്ട്. നമ്മൾ ലൈവിൽ കണ്ടായിരുന്നു മസ്താനി മാറിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് വേദലക്ഷ്മി വിളിക്കുമ്പോൾ എനിക്ക് അവരുടെ കൂടി ഇരുന്ന് തീർത്തുണ്ട്, ഇത് നമ്മുടെ ശരത്തിൻ്റെ ഒക്കെ കൂടി ഇരുന്ന് കഴിക്കാൻ എനിക്ക് തീർത്തും താല്പര്യമില്ല എന്ന് പുള്ളിക്കാരി മസ്താനി പറയുന്നുണ്ട്. അവരൊക്കെ ഇപ്പം എഴുന്നേക്ക് നിവാന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മസ്താനിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. എനിവേ
ആര്യൻ ജിസേലിന് വാരി കൊടുക്കുന്ന ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാണിക്കുന്നത് ജിസേൽ അനീഷിനോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് അങ്ങനെയുള്ള ഒരു രീതിയിലൊരു സംസാരം അവിടെ നടക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് കണ്ണാൻ തുമ്പി പോരാമോ പാടുന്നുണ്ട്. കണ്ണാൻ തുമ്പി പോരില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനീഷ് തിരിച്ച് പാടുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ കാത്തു സൂക്ഷിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ജിസേൽ സംസാരിക്കുന്നുണ്ട്, പറയും ഞാൻ എന്നാ നിന്റെ വീട്ടിലോട്ട് വരട്ടെ എന്നുള്ള പറയും. ഇപ്പം അനീഷ് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ വഴി നിനക്ക് നിന്റെ വഴി എന്നുള്ള രീതിക്ക് നമ്മുടെ അനീഷ് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ തൊപ്പി ടാസ്കിൻ്റെ 4ാം ഘട്ടമാണ് പിന്നീട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നമ്മുടെ നൂറയാണ് തൊപ്പി ടാസ്കിൽ ജയിക്കുന്നത്. അപ്പം ഈ തൊപ്പി ടാസ്കിൽ നൂറ ജയിച്ച് കഴിയുമ്പം നൂറയ്ക്ക് അതായത് 3 സൂപ്പർ പവറുകൾ കൊടുക്കും. നമ്മുടെ ബിഗ് ബോസ് 3 സൂപ്പർ പവർ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ 3 സൂപ്പർ പവറുകൾ വെച്ചിട്ട് നമ്മുടെ നൂറയ്ക്ക് തന്നെ വേണമെങ്കിൽ ഈ 3 സൂപ്പർ പവറും യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവർ 3 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കാം. അങ്ങനെയാണ് ഈ സൂപ്പർ പവേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ ഫാമിലി പവറാണ്. ഫാമിലി പവർ എന്ന് വെച്ചാൽ ഈ ഫാമിലി വീക്ക് വരുമ്പം ഇവരുടെ ഇതിനകത്ത് ഒരു ദിവസമാണ് ഇവരുടെ ഫാമിലീസിന് വന്നു പോകാനുള്ള ഒരു സാവകാശം നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലി വീക്ക് വരുന്ന സമയത്ത് ഏത് ഫാമിലിയിൽ നിന്നാണ് ആര് വരുന്നോ അപ്പോൾ അവരുടെ ഇപ്പം നൂറ് വേറെ ഒരാൾക്ക് അത് കൊടുക്കുവാണെങ്കിൽ ആ ഫാമിലിയിലുള്ള ആൾക്ക് ആ ഒരാഴ്ച അവരുടെ കൂടെ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഒന്ന് ഫാമിലി പവർ എന്ന് പറയുന്നത്. പിന്നെ നോമിനേഷൻ പവർ എന്ന് വെച്ചാൽ എവിക്ഷന് വേണ്ടി ആളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ള പവർ ഇവർക്കുണ്ട്. അതായത് ഫാമിലി പവറിനകത്ത് പറയുന്നത് അയാൾ ഉണ്ടെങ്കിൽ ആ ഫാമിലി വീക്ക് വരുമ്പം ആ വ്യക്തി അതിൻ്റെ അകത്തുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഫാമിലിക്ക് അത്രയും സമയം നിൽക്കാന്നാണ്. അതുപോലെ നോമിനേഷൻ പവറാണ് പറയുന്നത്. ഡയറക്റ്റ് എവിക്ഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ, അതായത് സൂപ്പർ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ 3 ആഴ്ച നോമിനേഷനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മുക്തി. അതായത് 3 ആഴ്ച നോമിനേഷനിൽ ഈ ആള് വരില്ല. ഇത് 3 സൂപ്പർ പവർ. അപ്പം ആദ്യത്തെ സൂപ്പർ പവർ അതായത് ഫാമിലി പവർ നൂറ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിന്നിക്ക് ഡയറക്റ്റ് കൊടുത്തു. അപ്പം ബിന്നിക്ക് കൊടുത്തു. പക്ഷേ സ്വാഭാവികമായിട്ടും മറ്റ് 2 പവേഴ്സും നൂറ് തന്നെ എടുത്തു. അഭിലാഷിനൊന്നും കൊടുത്തില്ല. പക്ഷെ അഭിലാഷിന് അതിലൊരു വിഷമവുമില്ല. അതൊരു ഗെയിമാണ്. ആ ഗെയിം മൈൻഡിൽ തന്നെയാണ് അഭിലാഷ് എടുക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഓർക്കുന്നില്ലേ? 185 പോയിന്റ് അത്രയെങ്ങാണ്ട് പോയിന്റിന് വേണ്ടിയിട്ടൊരു നമ്മുടെ എന്തോ ഒരു ടാസ്ക് നടന്ന സമയത്ത് ഫാമിലി വരാതിരിക്കുമ്പോൾ വിഷമം എന്ന് പറഞ്ഞിട്ട് അവരെടുത്തിട്ട് ആ ടൈമിൽ ആരൊക്കെ ഉണ്ടെന്ന് ബിഗ് ബോസ് ചോദിച്ചു. അങ്ങനെ അവരോട് ചോദിച്ച ഒരു ഇതുണ്ടല്ലോ. അപ്പം അതും കൂടെ മുൻനിർത്തി ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ഒരു മൈൻഡ് പ്ലേ സെറ്റിങ്സിലാണ് നൂറ ഈ പ്രാവശ്യം കളിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫാമിലി പവർ ബിന്നിക്ക് എന്നിട്ട് നമ്മുടെ നൂറ കൊടുത്തു. ഫാമിലി പവർ ബിന്നിക്ക് കൊടുത്തു. മറ്റേത് 2 നൂറ തന്നെ എടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഓണം ടാസ്കിൻ്റെ 3ാമത്തെ ടാസ്ക് വന്നു. അതാണ് മാവേലി പുലിക്കളി നമ്മുടെ പിന്നെ വേട്ടക്കാരൻ. ഇതാണ് അവരുടെ ടാസ്ക്. അപ്പോൾ ഈ ടാസ്കിലെന്ന് വെച്ചാൽ 3 ഹാങ്കർ പോലത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഫസ്റ്റ് ബസർ ഓരോ ബസർ അടിക്കുന്നതനുസരിച്ച് ആദ്യത്തെ ബസറിൽ ഇവർ പണിപ്പൂരെ കയറിയിട്ട് ഇവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഫുൾ അവർ കളക്ട് ചെയ്തിട്ട് ഇവരെന്താ വെച്ചാൽ പുറത്ത് വന്ന് അടുത്തൊരു ബസർ തരുമ്പം ആ ബസറിന് ചെന്നിട്ട് അടുത്തൊരു ബസറിനുള്ളിലുള്ള ടൈമിൽ ഇവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുലിക്കളിയെല്ലാം സെറ്റാക്കി പിറക്കിയെടുത്ത് ഏറ്റവും നല്ലതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്ന ആൾക്കാണ് ഏത് ഗ്രൂപ്പാണോ ആ ഗ്രൂപ്പിനാണ് ഫസ്റ്റ്. അപ്പം ഇതിൻ്റെ അകത്ത് പോയി ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ നമ്മുടെ ആര്യൻ്റെ ഗ്രൂപ്പ്, അതായത് തെക്കേടത്തിന് തന്നെയാണ് ഇതിനകത്തും ഫസ്റ്റ് ചേർന്നിരിക്കുന്നത്. ബാക്കി പലർക്കും പാൻറ്റില്ല, അങ്ങനെ ഓരോരോ സാധനങ്ങളില്ല. ആര്യനാണ് പഴിപ്പുര പോയത്. ആര്യൻ എടുക്കാവുന്നതിന് മാക്സിമം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ അവർ എല്ലാം കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് അവർക്കാണ് സമ്മാനം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ റെനെ ബിന്നിയും കൂടെ നമ്മുടെ ആ ഡ്രസ്സിങ് ഏരിയ, അതായത് മേക്കപ്പ് ഏരിയയിൽ അവിടെ ഒരു ബെഡ് പോലെ ഉണ്ടല്ലോ, അവിടെ കിടക്കുന്നുണ്ട് അവർ 2 പേരും കൂടെ. അപ്പം അവർ കിടന്നുകൊണ്ട് ബിന്നിയും റെന ഫാത്തിമയും കൂടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആര്യൻ്റെയും ജിസേലിൻ്റെയും കാര്യത്തെപ്പറ്റി അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
ഞാൻ ജസ്റ്റ് അതിൻ്റെ ഓഡിയോ മാത്രം ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അതായത് ബിന്നിയും റെനയും കൂടെ സംസാരിക്കുന്ന ആ ഒരു ഓഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ശ്രദ്ധിച്ചിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഈ ഇൻസിഡൻറ്റ് വന്നില്ലേ അനുമോൾ പറഞ്ഞത്, അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ആ സമയം ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ശ്രദ്ധിച്ചപ്പം അതായത് ഒരു പോയിന്റിൽ അവൾ അവിടെ ഇരിക്കുക, അപ്പം അവനിങ്ങനെ കൈയെടുത്തിട്ട് വെറുതെ അപ്പം ഞാൻ ഓർത്തത് എന്തിനാ വെറുതെ ഇങ്ങനെ ചെയ്യണത് എന്തിനാ എന്ന് ചോദിക്കുന്നത്. തെറ്റായിട്ടുള്ള രീതിക്കല്ല പറയുന്നത്. ആ ഒരു അഫെക്ഷൻ വരുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഒരു തമ്മിലൊരു നല്ലൊരു ബോണ്ടുണ്ട്, അതും കെമിസ്ട്രി നല്ല രീതിക്കുണ്ട്. എനിക്ക് അവർ തമ്മിൽ നല്ലൊരു സ്ട്രോങ് കണക്ഷൻ ഉണ്ട്. അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലേ. കൈ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കണമെങ്കിൽ എന്താ കാര്യം, അത് ഒരു തവണയല്ല രണ്ടവണയല്ല. ഇപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പം അത് മേ ബി ഒരു ചിലപ്പോൾ അവരുടെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡർ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും വിഷമം പറഞ്ഞിട്ടുണ്ടാവാം. അപ്പം അതിൻ്റെ പേരിൽ ഒരു ആശ്വസിപ്പിക്കലാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. കാരണം അവരെന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് രണ്ടുപേർക്ക് എടുത്ത് വെക്കും. ആദ്യം ഭയങ്കര കെയറിംഗ് ആണ്, ഭയങ്കര കെയറിംഗ് ആണ്. ഫുഡ് എടുത്ത് വെക്കലായാലും വാല് വെച്ച് കൊടുക്കലായാലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതെന്താ ലവ് ആണോ, അത് ഞാനും കണ്ടു. പക്ഷേ ഒരുമിച്ചതിനെ കൊണ്ടുള്ള ഒരു ലൈക്കാണ്, അങ്ങനെയാണ് അവർ പറയുന്നത്. അങ്ങനെയായിരിക്കും, അങ്ങനെയല്ലേ എടുക്കാൻ പറ്റുന്നത്. നേച്ചർ ക്യാരക്ടർ വെച്ച് നോക്കുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് ആര്യനെ കണ്ണെടുപ്പം കണ്ടുകൂടാ. ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട്, അവൻ വെറും മണ്ടൻ. മണ്ടനെ വെച്ച് നല്ലതരം വിളിച്ച് പറയുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. അതാ പറഞ്ഞത്, എനിക്ക് ഒരു മനുഷ്യനെ എക്സ്പെക്ട് ചെയ്യുന്ന. അപ്പം നിങ്ങൾ കേട്ടല്ലോ, ഈ ബിന്നി നമ്മുടെ കുത്തിത്തിരിപ്പ് ബിന്നിയാണ്. അപ്പോൾ പുള്ളിക്കാരി പറയണ കാര്യം എന്താണെന്ന് അറിയില്ല. ഇതിപ്പോൾ ഏകദേശം നടക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരും. ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ അനുമോളോട് ഈ ജിസേലിൻ്റെയും ആര്യൻ്റെയും ഇഷ്യൂവിനെ പറ്റി ചോദിക്കും. അത് കഴിഞ്ഞ് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വെച്ചാൽ ആർക്കും അറിയത്തില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്കി പിറക്കിയൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലാലേട്ടൻ ഒന്ന് വിളിക്കും, അതുപോലെ റെനേനെയും വിളിക്കും, ബിന്നിനെ വിളിക്കും. ബിന്നിക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. വലിയ കൂളായിട്ട് ചിലപ്പോൾ മിക്കവാറും തള്ളിവിടും. അങ്ങനെയാണല്ലോ സാധാരണ പതിവ്. എന്തിനാണ് അനുമോൾ മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ വന്നിട്ട് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനല്ലേ വന്ന് തന്നെ ഗെയിം കളിക്കാൻ പറയും. അത്രയൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. കാരണം ഇതിലും മുമ്പ് വലിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളോടെ ഉണ്ടായപ്പോഴും ഈ ഒരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഏകദേശം ഈ ഒരു രീതിക്കുള്ള കാര്യങ്ങളായിരിക്കാം ഇന്ന് എന്താണെങ്കിലും പുറത്തേക്ക് പോകാൻ പോകുന്നത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കാണിക്കുന്നത്, ഇന്നലെ മൈജിയുടെ ഒരു ഗിഫ്റ്റ് കാർഡ് എല്ലാവർക്കും കൊടുത്തായിരുന്നു. അതിനകത്ത് അഭിലാഷ്, സാബുമാന്, പിന്നെ നമ്മുടെ റെനയ്ക്കുമാണ് ഗിഫ്റ്റ് അടിച്ചത്. അപ്പം അവരുടെ ഗിഫ്റ്റ് എല്ലാം വീട്ടിൽ എത്തുന്ന രീതിയിൽ, വീട്ടിൽ 2 മണിക്കൂർ കൊണ്ട് അത് വീട്ടിലെത്തിച്ച ഇതും എല്ലാ കാര്യങ്ങളും ഒക്കെ വീഡിയോസ് ആയിട്ട് ഇവരുടെ ഫ്രണ്ടിൽ പ്ലേ ചെയ്ത് ഇവരെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ എല്ലാവരും കാണിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ സന്ധ്യയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് അടുത്ത ടാസ്ക് ഉണ്ട്. അതായത് മൂന്നാമത്തെ ഓണം ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പായസം പ്രിപ്പറേഷനാണ്. അപ്പോൾ ഈ പായസം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പണിപ്പുരയിലാണ് ഇവരുടെ പായസത്തിനുള്ള കിറ്റും സാധനങ്ങളും ഇരിക്കുന്നത്. അപ്പം ബസർ ടു ബസറാണ് എല്ലാ പരിപാടികളും. അപ്പോൾ ഈ ബസർ അടിക്കുമ്പം ഓടി പണിപ്പുരയിൽ പോവുക, ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുക്കുക, തിരിച്ചു വരിക, ഇവിടെ കൊണ്ടുവരിക. ഇവർ അടുത്ത ബസറിനുള്ളിൽ അടുത്ത ബസർ അടിക്കും. ബസർ ടു ബസർ അവർ പായസം റെഡിയാക്കണം. അതിന് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ഇവാലുവേഷൻ ഗാങ്ങിനെ 3 ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ എടുത്തിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ നോക്കുക. അപ്പം അതും നമ്മുടെ ആര്യൻ്റെയും ജിസേലിൻ്റെയും ഗ്രൂപ്പിന് പോയി. നമ്മുടെ അനുമോളുടെ ഇച്ചിരി വാങ്ങിപ്പോവും, അങ്ങനെ കണ്ടൊക്കെ ചെയ്തത് ഭയങ്കര കയ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. എനിവേ കമ്പാരിറ്റീവ്ലി നല്ല പായസം മറ്റവരുടെ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് പോകുന്നു. അങ്ങനെ കംപ്ലീറ്റ് നമ്മുടെ ഇതിന് ഫസ്റ്റ് കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ തെക്കേടത്ത് ഗ്രൂപ്പാണ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ വൈൽഡ് കാർഡിൻ്റെ പണിപ്പുര എൻട്രിയാണ്. അപ്പം അവരുടെ പണിപ്പുര എൻട്രിയിൽ കാണിക്കുന്നത് ഇവർക്ക് ഈ പ്രാവശ്യം കുറേ വലിയ ബോംബാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇവർ എടുത്തിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞ് വലിയ ബോംബിൻ്റെ ഇതിനെ പറ്റി ഉള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയ ബോംബിന് ഇവർക്ക് കൊടുക്കുന്ന ടാസ്ക്, അതായത് പണി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരാളെ ഇവർക്ക് സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്യുന്ന പർട്ടിക്കുലർ ആൾക്ക് ഇനിയുള്ള ഒരു ആളെ നോമിനേറ്റ് ചെയ്യാനുള്ള പവർ ഇല്ലായിരിക്കും. അതുപോലെയാണ് നമുക്ക് അക്ബറിന് കൊടുത്തായിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിൽ. അക്ബറിന് ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. അതുപോലെ ഇപ്പം നോമിനേഷന് കൊടുക്കുന്ന കാര്യമൊന്നും.
അങ്ങനെ നമ്മുടെ അനീഷിനെ എടുത്തു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ തീർന്നു. അടുത്തത് നമ്മുടെ ഷൈത്യ ആൻഡ് അക്ബർ. ഇപ്പം ഷൈത്യ അവരുടെ ഗായങ്ങളാണല്ലോ. ഷൈത്യയും അക്ബർ ഇരുന്നിട്ട് നമ്മുടെ അനുമോളുടെ ഔട്ട് സൈഡിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അനുമോൾ അങ്ങനെ ട്രാക്ക് മാറ്റി പിടിക്കുന്നു, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് അനുമോളിനെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഡിസ്കഷൻ ഷൈത്യയും നമ്മുടെ അക്ബറും കൂടെ പുറത്തിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അപ്പാനി വന്ന് അപ്പനെ കാണിക്കുന്നത് നമ്മുടെ അപ്പാനിയാണ്. അപ്പാനിയും നമ്മുടെ ആര്യനും കൂടെ കിടക്കുകയാണ്. അപ്പം അപ്പാനിക്ക് ഇപ്പം ഭയങ്കര പേടിയാണ്. അപ്പം അപ്പാനി പറയുന്നുണ്ട്, ഞാൻ മിക്കവാറും ഈ വീക്ക് ഔട്ട് ആകുമായിരിക്കും, ഞാൻ എവിക്റ്റായി പോകുമായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇനി മസ്താനിയുടെ ആ ഭാഗത്തേക്ക് പോകില്ല എന്ന് നമ്മുടെ അപ്പാനി ശരിക്കും പറയുന്നുണ്ട്. കാരണം ഞാൻ പറയട്ടെ, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ പിന്നെയും അപ്പാനി ചോദിക്കുന്നവരാണ്, എൻ്റെ ചീട്ട് നാളെ കീറുവോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നാ പറയണേ, അങ്ങനെയൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ മസ്താനി ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് ചെല്ലുന്നുണ്ട്. ഇത് പോരാഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പുറത്ത് നമ്മുടെ മസ്താനി, ജിഷിന്, വേദലക്ഷ്മി, സാബുമാന് ഇവരെല്ലാവരും കൂടെ പുറത്തേക്ക് നമ്മുടെ വൈൽഡ് കാർഡ്സ് എല്ലാം കൂടെ പുറത്തുനിന്ന് ഡിസ്കഷൻ നടത്തും. അതിൻ്റെ അകത്ത് മസ്താനി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ നമ്മുടെ അപ്പാനിനെ കൊണ്ട് എന്നെ അടുപ്പിച്ചിരിക്കും. അതായത് അപ്പാനി എന്നെ അടിക്കും, ഞാൻ അതിന് മാക്സിമം ഞാൻ ശ്രമിക്കും എന്ന് നമ്മുടെ മസ്താനി ശരിക്കും എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മസ്താനി പറയുന്നുണ്ട്, നമ്മൾ ഈ വൈകിട്ടിരുന്ന് നമ്മുടെ ഈ രാത്രി ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന ആരും കാണില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇത് ഉറപ്പായിട്ടും മറ്റുള്ളവരെ കാണിക്കുന്നുണ്ടാവും, മറ്റുള്ളവർ കാണുന്നുണ്ടാവും. പക്ഷെ എന്തൊക്കെ വന്നാലും അപ്പാനീനെ കൊണ്ട് ഞാൻ എടുപ്പിക്കും. കാരണം കഴിഞ്ഞ ദിവസവും ഇതേപോലെ മസ്താനി ഒന്ന് ചൊറിഞ്ഞു ചെന്നായിരുന്നു നമ്മുടെ ഷാനവാസിന്. പക്ഷെ ഷാനവാസ് അടിച്ചില്ല. ഷാനവാസ് അപ്പത്തേന് കൈ പുറകെ കെട്ടി അതുപോലെ ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്തായിരുന്നു. പക്ഷെ അത് നടന്നില്ല. പക്ഷെ ഇവിടെ നമ്മുടെ മസ്താനി ശരിക്കും പറയുന്നുണ്ട്, ഞാൻ അപ്പാനീനെ കൊണ്ട് എന്നെ അടുപ്പിക്കും, ഒരടി കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ അവനെ ഇതിൻ്റെ ഫിസിക്കൽ അസൾട്ടിൻ്റെ പേരിൽ ഞാൻ എങ്ങനെയെങ്കിലും പുറത്താക്കും എന്നുള്ള രീതിയിലാണ് മസ്താനി ഇരിക്കുന്നത്. അതുപോലെ അപ്പാനി പറയുന്നുണ്ട്, ഞാൻ ഇനി മസ്താനിയുടെ അടുത്തേക്ക്, അവളുടെ നിഴൽവട്ടത്തേക്ക് പോലും ഞാൻ പോകില്ല എന്ന് അപ്പാനി തറപ്പിച്ചും പറയുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നലെ നടന്ന സംഭവങ്ങൾ വീക്കെൻഡ് എപ്പിസോഡിൽ. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം.